ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മൈദയാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിലേക്കൊരു 4-5 ഏലക്ക, ഒരു നുള്ളുപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത്രയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത്ര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മാവ്. അപ്പോൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു 3 മുട്ട ആവശ്യമാണ്. അപ്പം മാവിൻ്റെ അളവനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഞങ്ങളുടെ പഞ്ചസാരയുടെ തരി വലുതായതുകൊണ്ടാണ് ഞങ്ങളിത് നന്നായിട്ട് പൊടിച്ചെടുത്തത്. അപ്പം ഞങ്ങളൊരു 3 മുട്ട എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നല്ലപോലെ മാവിങ്ങനെ ഉടച്ചെടുത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ മാവ് നല്ലപോലെ ഒരു 5-10 മിനിറ്റെങ്കിലും ഇങ്ങനെ അടുപ്പിച്ച് നല്ലപോലെ കുഴച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. നമ്മുടെ കയ്യിലൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ വെക്കണം, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അത് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഒരു 3/4 മണിക്കൂറെങ്കിലും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മാവ് ഒന്നും കൂടി ഇങ്ങനെ എടുത്തിട്ട് നീളമുള്ള, അതായത് നമ്മുടെ ആ കിച്ചണിൻ്റെ ടൈലോ നല്ല വൃത്തിയുള്ളതാണെങ്കിൽ അവിടെയോ, അല്ലെങ്കിൽ നീളമുള്ള കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കുക വേണ്ടുന്നത്. അപ്പം ഞങ്ങൾക്ക് നീളമുള്ള കട്ടിംഗ് ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തി പലകയിൽ തന്നെ ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഷേപ്പിനൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. അപ്പം നിങ്ങൾ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ ഇച്ചിരിയുടെ നീളത്തിലാക്കി അത് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ പീസായിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ കട്ടാക്കിയ പീസിനെ നമ്മൾ ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് 2ആയിട്ട് മുറിക്കരുത്. അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ നേരെയും കുറുകയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് അതിങ്ങനെ ആ മാവ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാനിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ഒരുപാടങ്ങ് തിളയ്ക്കാൻ ഒന്നും നിൽക്കണ്ട. ഒരു ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലോട്ടിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞൊന്നും പോകരുത്. നമുക്കതിൻ്റെ ഒരു പരുവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, വെട്ടുകേക്കിൻ്റെ ഒരു കളറും ഒക്കെ മൊരിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണെന്ന്. അത്രയും മാത്രമേ ആകാവുള്ളൂ. തിരിച്ചും മറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണം. ഞങ്ങളുടെ കട്ടിംഗ് ബോർഡ് അത്ര റെഡി ആവാത്തത് കൊണ്ടാണ് ഇതിൻ്റെ സൈസിന് ആ ഒരു ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വന്നത്. അപ്പം നമ്മുടെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഷേപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.